നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ വിധിയെഴുത്ത് അറിയാൻ കാത്തിരുന്ന് മുന്നണി നേതാക്കൾ. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് തന്നെ തങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിലേക്ക് മടങ്ങി. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വലിയ ലീഡ് നില തന്നെയാണ് UDF ഉയർത്തിയിരിക്കുന്നത്. 100 എന്ന സംഖ്യയിലേക്ക് UDF എത്താൻ പോവുകയാണ്. ഒരു 40-ൽ താഴെ മാത്രം സീറ്റുകളാണ് LDFന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും 14 മന്ത്രിമാരും ഇപ്പോൾ സീറ്റ് നിലയിൽ പിന്നിലേക്ക് പോയ ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ശക്തമായ ജനവികാരമാണ് ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത്. LDFും UDFും പോസ്റ്റൽ ബാലറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയതെങ്കിലും പിന്നീട് EVM എണ്ണിത്തുടങ്ങിയപ്പോൾ UDFന് വലിയ രീതിയിലുള്ള ഒരു ലീഡ് തന്നെ ഉയർത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. NDAയ്ക്കും ആദ്യ മണിക്കൂറിൽ മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ 4 സീറ്റുകളിൽ NDA മുന്നേറുകയാണ്. UDF 100 എത്താൻ പോവുകയാണ്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും ലീഡ് ചെയ്യുന്നു. മലപ്പുറത്തും കോട്ടയത്തും UDFന് അനുകൂലമാണ് നിലവിലെ ഫലങ്ങൾ. വൈകിട്ട് 5 മണിയോടെ മുഴുവൻ ഫലവും പുറത്തുവന്ന് ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പല മന്ത്രിമാരും ഇത്തരത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അതേസമയം മന്ത്രി MB രാജേഷും വീണ ജോർജും പിന്നിലാണ്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നിലാണ്. പാലായിൽ ജോസ് കെ മാണി പിന്നിലാണ്. പയ്യന്നൂരിൽ TI മധുസൂദനനാണ് മുന്നിൽ നിൽക്കുന്നത്. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ലീഡ് ചെയ്യുന്നുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. 3 മുന്നണികൾക്കും മണ്ഡലത്തിൽ ലീഡ് മാറിമറിയുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമള മുന്നിലെത്തി. കോട്ടയത്തും മലപ്പുറത്തും UDFന് അനുകൂല തരംഗമാണ് ഉണ്ടാകുന്നത്. അതേസമയം ആലപ്പുഴയിൽ പിണറായി വിജയന് വേണ്ടി വഴിപാട് നടത്തി അനുകൂലി. വെട്ടിക്കോട് നാഗരാജ സ്വാമി ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. കദളിപ്പഴം പാലാണ് വഴിപാടായി നേർന്നത്. അതേസമയം കേരളത്തിൽ ജനവിധി പുറത്തുവരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വോട്ടെണ്ണൽ ദിനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് മടങ്ങിയത്. കണ്ണൂരിലെ വസതിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഫലം അറിയുക. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ വിധിയെഴുത്ത് അറിയാൻ കാത്തിരുന്ന് മുന്നണി നേതാക്കൾ. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് തന്നെ തങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിലേക്ക് മടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലാണുള്ളത്. അദ്ദേഹം മത്സരിച്ച പറവൂരിലേക്ക് പോകുന്നത് നിശ്ചയിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരെല്ലാം കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉണ്ടാകും. സണ്ണി ജോസഫ് ഉച്ചയോടെ കണ്ണൂരിലേക്ക് മടങ്ങും.